എല്ലാവർക്കും നമസ്കാരം. മാസമിഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ടാരോട്ട് വീഡിയോ ആണ്. വിഷു നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ ഈ വിഷു ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലവ്, കരിയർ, ഫിനാൻസ് ടാരോട്ട് വീഡിയോ ആണ്. ഈ അടുത്ത കാർഡുകളിൽ വന്നിരിക്കുന്നത് ദ ചാരിയോട്ട്, 10 ഓഫ് പെൻറ്റിക്കിൾസ്, ദി സൺ, 2 ഓഫ് കപ്സ്. ഇതെല്ലാം ചേർന്നിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് തരുന്നത്. ആദ്യമായി വന്നത് ദ ചാരിയോട്ട് കാർഡാണ്. ഈ കാർഡ് മുന്നേറ്റത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. ഏറെ നാളായിട്ട് സ്റ്റക്കായിട്ട് പോയ ഒരു നിങ്ങളുടെ ജോലിയോ കരിയറായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസൊക്കെ ഇനി മുന്നോട്ട് ചലിക്കാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരം ലഭിക്കും. ചിലർക്ക് ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു കരിയറിൽ ഷിഫ്റ്റ് ഉണ്ടാകാം. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അടുത്തതായി വന്നിട്ടുള്ളത് 10 ഓഫ് പെൻറ്റിക്കിൾസ് കാർഡാണ്. ഇത് സാമ്പത്തിക സ്ഥിരതയുടെ കാർഡാണ്. നിങ്ങൾ ഇതുവരെ നടത്തിയ പരിശ്രമങ്ങൾ ഇനി ഫലം നൽകാൻ തുടങ്ങും. നിങ്ങളുടെ വരുമാനം സ്ഥിരമാവുകയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ വർദ്ധിക്കുകയും ചെയ്യും. ദീർഘകാലമായിട്ട് നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് അതിലൊരു ബെനിഫിറ്റ് കിട്ടാൻ നിങ്ങൾ നോക്കി നടക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു നല്ല ശുഭസൂചനയായിട്ട് വരുന്നുണ്ട്. അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് ദ സൺ കാർഡാണ്. അംഗീകാരം, വിജയം, സന്തോഷം എല്ലാം ഈ കാർഡിൽ കാണാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രമോഷന്, പ്രശംസ, അതുപോലെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കും. നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നതാണ് ഈ കാർഡിന് സന്ദേശം. അവസാനം വന്നത് 2 ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് നല്ല ബന്ധങ്ങളും സഹകരണവുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ സഹായിക്കുവാനായിട്ട് കൂടുതൽ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. പുതിയ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ടീമായിട്ടുള്ള ഒരു പുതിയ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി നിങ്ങൾക്ക് പിന്തുണ നൽകാനായിട്ട് വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട സമയമല്ലെന്ന് പറയുന്നു. ശരിയായ ആളുകളോടൊപ്പം മുന്നോട്ട് പോകുന്ന സമയമാണെന്നും പറയുന്നുണ്ട്. മൊത്തത്തിൽ ഈ വിഷു റീഡിംഗ് കാർഡ് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കരിയറിൽ മുന്നേറ്റവും സാമ്പത്തിക വളർച്ചയും സന്തോഷവും പതുക്കെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷുവിൽ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഭയം ഒഴിവാക്കി നിങ്ങൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകുവാനും പിന്നെ നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹവും നിങ്ങളുടെ പരിശ്രമവും ഒന്നിച്ചാൽ വിജയം ഉറപ്പാണ്. അടുത്തത് ലവ് റീഡിംഗ് ആണ്. ഇതിൽ കിട്ടിയിരിക്കുന്നത് 4 കാർഡുകൾ: 2 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ്, നൈറ്റ് ഓഫ് വാൻസ് ആണ്. ആദ്യമായി കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഇത് പ്രണയത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. ഇതിനർത്ഥം 2 ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു സത്യസന്ധമായ ബന്ധം രൂപപ്പെടുന്നു എന്നതാണ്. സിംഗിൾ ആയിരിക്കുന്നവർക്ക് പുതിയൊരു ബന്ധം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനകം റിലേഷൻഷിപ്പിലുള്ളവർക്ക് ബന്ധം കൂടുതൽ അടുപ്പവും കൂടുതൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും. ചിലർക്ക് വെഡ്ഡിങ് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകാം. അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഇത് വിഷ് ഫുൾഫിൽമെൻറ്റ് കാർഡാണ്. മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബന്ധം മെച്ചപ്പെടാം. നിങ്ങൾക്ക് മാനസിക സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹാർട്ട് ഫുൾഫിൽ ആയിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ വരുന്നത്. അടുത്തത് കിട്ടിയിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. ഈ കാർഡ് വളരെ വലിയ മാറ്റവും ഒരു കംപ്ലീഷൻ പറയുന്നു. ദീർഘകാലമായി കാത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു പുതിയ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാം. ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജ് ആ രീതിയിലേക്ക് വരാം. അപ്പോൾ പഴയ വിഷമങ്ങൾ അവസാനിച്ച ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ സമയമാണിത്. അവസാനമായി കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഇത് പാഷനും ആവേശവും നിറഞ്ഞ ഒരു ലവ് എനർജിയാണ്. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വരാം. ചിലർക്ക് പഴയ പ്രണയം വീണ്ടും തിരികെ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഈ കാർഡ് ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആവശ്യത്തിലെടുത്ത തീരുമാനങ്ങൾ പിന്നീട് ആലോചിച്ച് ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ബന്ധങ്ങൾ ലഭിക്കാം. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാവും. ബന്ധത്തിലൊരു പുതിയൊരു സ്റ്റേജിലേക്ക് കടക്കും. അതുപോലെ തന്നെ ഒരു മാരേജിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഓപ്പണായിട്ട് ലവിനെ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതിയായിട്ടിരിക്കുക. ദൈവാനുഗ്രഹം നിങ്ങളുടെ ബന്ധങ്ങളെ സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ സത്യസന്ധമായൊരു സ്നേഹം നിങ്ങൾക്ക്
ലഭിക്കുകയും അതുപോലെ പകരുകയും ചെയ്യാൻ സാധിക്കട്ടെ. അടുത്തത് ഫിനാൻസിൻ്റെ റീഡിംഗ് ആണ്. 4 കാർഡ്സാണ് ലഭിച്ചിരിക്കുന്നത്. 5 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് സോർഡ്സ്. ആദ്യമായി കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് ചെറിയ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും അഭിപ്രായ ഭിന്നതകളെയും സൂചിപ്പിക്കുന്നതാണ്. ചിലർക്ക് പണം സംബന്ധിച്ച തർക്കങ്ങൾ, നിഷ്ഠബോധം അല്ലെങ്കിൽ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ചിരിക്കാം. എന്നാൽ ഇത് സ്ഥിരമായ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ പഴയ പാഠങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സമയമാണിത്. അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് പണം സൂക്ഷിക്കാനും നിയന്ത്രിക്കാനും പറയുന്ന കാർഡാണ്. ചിലർ ഇപ്പോൾ ചെലവുകളിൽ ജാഗ്രത പുലർത്തുന്ന സമയത്തിലായിരിക്കും. സംരക്ഷണം, സേവിങ്സ് ഇതൊക്കെ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ മണി മാനേജ്മെൻറ്റ് ഭയങ്കര പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കാർഡ് പറയുന്നത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കുവാനും നിങ്ങളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യാനാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വളരെ ശക്തമായ സാമ്പത്തിക വിജയത്തിൻ്റെ സൂചനയാണ്. സ്ഥിരമായ വരുമാനം, ബിസിനസ് വളർച്ച, സാമ്പത്തിക ബുദ്ധി ഇവയെല്ലാം ഈ കാർഡ് കാണിക്കുന്നുണ്ട്. ചിലർക്ക് സാമ്പത്തികമായി ശക്തനായ ഒരാളുടെ സഹായം ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാകും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്ന വ്യക്തി എന്നും കാണിക്കുന്നുണ്ട്. അവസാനം കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് പണവുമായി ബന്ധപ്പെട്ട മാനസിക ആശങ്കകളെ കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും പ്രശ്നം യാഥാർത്ഥ്യത്തെക്കാൾ നിങ്ങളുടെ മനസ്സിലാണ് കൂടുതലായി ഉണ്ടാകുന്നത്. ഭയം, ടെൻഷൻ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി ഇവ എല്ലാം ഒഴിവാക്കേണ്ട സമയമാണിത്. മൊത്തത്തിൽ ഈ വിഷു ഫിനാൻസ് റീഡിംഗ് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ ചെറിയ വെല്ലുവിളികൾ ഉണ്ടായാലും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ സാമ്പത്തിക സ്ഥിരതയും വളർച്ചയും ഉറപ്പാണ്. അതുകൊണ്ട് പണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയും ഭാവിക്ക് സുരക്ഷ ഉണ്ടാകുവാനും ശ്രമിക്കുക. ദൈവാനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു സമൃദ്ധിയായ വിഷു ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.